പ്രാണന്റെ ഉടയവനേ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരനേ, നീ നിനക്കുള്ളതല്ലല്ലോ. രോഗമേന്നുള്ളിലേശുണ്ട്, നിൻമുട്ടുമടക്കുവാൻ കൽപ്പിക്കുന്നു. കടഭാരമേ നീ എന്നെ തൊടുകയില്ല, യേശുവിൻ രക്തമെന്നാശ്രയം, രക്തമെൻ മറവിടമേ, രക്തമെൻ കോട്ടയുമേ, തിരുനീണത്താൽ എന്നെ വാങ്ങിയവൻ എൻ ഹൃദയത്തിൽ വസിക്കുന്നതാ. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. നദി നിന്നെ കവിയില്ല സോദരനേ, എരുതി അണഞ്ഞിടുവൻ ശക്തിയാ, അലറുന്ന സിംഹങ്ങൾ മിണ്ടാതെയായി തീർന്നിടും അതിബലം നിന്നുള്ളിലേ. ചുഴലിക്കൊടുങ്കാറ്റതോ വൻതീരമാലകളോ പടകിനോടടുക്കുവാൻ കഴിവതില്ല, എന്നായകൻ യേശുണ്ട്. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ധൈര്യത്തോടെ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടിരുന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജീവനും മരണവും ദൈവം നമ്മുടെ നാവിൽ തന്നിരിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നാം വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളും ഞാനും ഒരിടത്തും ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. അതുമാത്രമല്ല, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന നാം ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ബൈബിളിൽ ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. ദീർഘായുസ് നൽകും എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി വചനങ്ങൾ ബൈബിളിലുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാവുകയില്ല. എന്നിട്ട് പറയണം, ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. അപ്പം ഇന്ന് ധൈര്യത്തോടെ പറയണം, ഞാൻ 100 വയസ്സ് അല്ലെങ്കിൽ 100 മേളിലോട്ട് പറയണം, ദീർഘായുസ് ഉള്ളവനായി ജീവിച്ചിരിക്കുമെന്ന് വിശ്വാസത്തോടെ പറയണം. എന്നിട്ട് പറയുകയാണ്, 100 വയസ്സുള്ളവനായി, എന്താണ് പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവനെന്ന് വെച്ചാൽ ഇത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ, അവൻ 100 വയസ്സുള്ളവനായി ആരോഗ്യത്തോടെ ബാലൻ പോലെ അവൻ ആ മരണസമയത്തുമായിരിക്കും എന്നാണ് ഈ എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, അവൻ വീടുകളെ പണിയും, അവൻ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവരെ ഫലം അനുഭവിക്കും, താമസിക്കുമെന്ന് മാത്രമല്ല. എന്നിട്ട് അവർ വീട് പണി, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരത്തില്ല, അവൻ നടുക, മറ്റൊരുവൻ തിന്നുക എന്ന് വരത്തില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് എന്താകും? വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ തന്നെയാവും. എന്നിട്ട് പറയണം, അവരുടെ അധ്വാനം അവർ തന്നെ അനുഭവിക്കും. അവർ വൃഥ അധ്വാനിക്കുന്നില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുന്നില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. യേശുവിനെ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ. എന്നിട്ട് പറയണം, അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരവരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. അത്ര വലിയൊരു അനുഗ്രഹമാണ് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദീർഘായുസ് നൽകുന്നതിനെക്കുറിച്ച് യോസഫിനോട് പറയുമ്പം പറയുകയാണ്, അവൻ 5 തലമുറയെ കാണും. ഇവിടെ പറയണം, യോസഫ് അവൻ്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. ജോസഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. ദീർഘായുസാണ്. എന്നിട്ട് പറയാം, എഫ്രൈമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെയും മനുഷ്യയുടെ മകനായ മാഖീരിൻ്റെ മക്കളും യോസെഫിൻ്റെ മടിയിൽ വളർന്നു. അങ്ങനെ 4-5 തലമുറ യോസെഫിൻ്റെ മടി വളർന്നു. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നതിന് ധൈര്യത്തോടെ വിശ്വാസത്തോടെ വേണം, ദീർഘായുസോടെ ഇരിക്കും. ഞാൻ മരിക്കത്തില്ലെന്ന് പറയണം. ഇന്ന് കാണുന്ന സാഹചര്യങ്ങളെ വിഷയങ്ങളെ അല്ല പറയേണ്ടേ,
ദൈവവചനം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് നാം വിശ്വസിക്കേണ്ടത്. സങ്കീർത്തന പുസ്തകത്തിൽ അതിൻ്റെ 23-ാമത്തെ പുസ്തകം അധ്യായത്തിൽ അവസാന വാക്യത്തിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. എന്നിട്ട് പറഞ്ഞു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദീർഘസംവത്സരങ്ങൾ, ദീർഘായുസ്സാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അത് നമുക്ക് തരും എന്നാണ് നാം വിശ്വസിക്കേണ്ടത്. അതാണ് നാം പറയേണ്ടത്. സാഹചര്യങ്ങളോ വിഷയങ്ങളോ പറയരുത്. ഇവിടെ 91-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുകയാണെങ്കിൽ ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്നിട്ട് എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. നല്ല ആരോഗ്യത്തോടെ, നല്ല സൗഖ്യത്തോടെ, ദീർഘായുസ്സോടെ നാം ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. നിങ്ങൾ എന്നാൽ നാം പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ ശാപവാക്ക് പറയാണ്, ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ അങ്ങനെ പറഞ്ഞു വിട്ട നെഗറ്റീവ് വാക്കുകളെയൊക്കെ ഇന്ന് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ ഏത് രോഗത്തിൻ്റെ അവസ്ഥയിലാണോ, ഏത് വിഷയത്തിലാണോ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ, നിങ്ങളിന്ന് വിളിച്ചു പറയണം, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരിക്കും, ഞാൻ ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും, യെസ്, ഞാൻ ദീർഘകാലം ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കും. അത് അങ്ങനെയുള്ള വചനങ്ങൾ എന്ന് പറഞ്ഞു കൊള്ളണം. കർത്താവ് ആ വചനങ്ങൾ നിങ്ങളുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇവിടെ പറയണേ, എൻ്റെ ജനത്തിൻ്റെ ആയുസ് അങ്ങനെയാണ്, വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ഇരിക്കും. യെസ്, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഈ വചനം പറഞ്ഞിരിക്കുന്നത് പോലെ ദീർഘായുസുള്ളവരായി, ഇവർ ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കുമെന്ന് പറഞ്ഞു പോലെ, അങ്ങനെയുള്ള വാഗ്ദത്തം പോലെ. അപ്പോൾ തന്നെ യോസേഫും തൻ്റെ തലമുറകളെ കണ്ട്, യോസഫിൻ്റെ മടിയിൽ ആ കുഞ്ഞുങ്ങളൊക്കെ 4-5 തലമുറ വളർന്നതുപോലെ ദീർഘായുസോടെ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരിക്കട്ടെ. രോഗാസന്നതയിൽ മരണത്തെ മുഖാമുഖമായി കണ്ടിരിക്കുന്നവർ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. നാഡീ നരമ്പുകളിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടിൻ യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പ്രാണൻ്റെ ഉടയവനേ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. രോഗമേ എന്നുള്ളിലേശുണ്ട്, നിൻമുട്ടുമടക്കുവാൻ കൽപ്പിക്കുന്നു. കടഭാരമേ നീ എന്നെ തൊടുകയില്ല, യേശുവിൻ രക്തമെന്നാശ്രയം, രക്തമെൻ മറവിടമേ, രക്തമെൻ കോട്ടയുമേ. തിരുനീണത്താൽ എന്നെ വാങ്ങിയവൻ എൻ ഹൃദയത്തിൽ വസിക്കുന്നതാ. പ്രാണൻ്റെ ഉടയവനേ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ.